അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതായാലും അദ്ദേഹം കനിഞ്ഞ് ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യം നൽകി. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നാൽ വേണം ഒരു 30 ദിവസത്തേക്ക് വാങ്ങിച്ചോളാൻ പറഞ്ഞു. വലിയ സന്തോഷമായി. BJP ഇത് ആഘോഷിക്കുന്നത് വളരെ വലിയ ഒരു നയതന്ത്ര വിജയമായിട്ടാണ്. നാണമില്ലേ ഇവർക്കൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഈ കാണിക്കുന്നതെന്ന്. ട്രംപ് തീരുമാനിക്കും നമ്മുടെ രാജ്യം എവിടെ നിന്നൊക്കെ എണ്ണ വാങ്ങിക്കണം, അത് എന്നൊക്കെ വാങ്ങിക്കണം എന്ന് അയാൾ തീരുമാനിക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്താത്തതുകൊണ്ട് എണ്ണ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള കരാറിലാണ് യഥാർത്ഥത്തിൽ ഈ അധിക ചുങ്കം, പിഴച്ചുങ്കം ഏർപ്പെടുത്തിയത്. ഇന്ത്യ അത് മാറ്റിയത്. അത് എണ്ണ വാങ്ങിയാൽ പിഴച്ചുങ്കം വീണ്ടും കൊണ്ടുവരുമെന്നാണ്. പക്ഷേ അമേരിക്കൻ സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കില്ലാത്ത ഇടമാക്കിയിട്ടുണ്ട്. ഈ ട്രംപിന് അതിനുള്ള അധികാരമില്ല, അത് ഇല്ലീഗലാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ട്രംപിന് ഇതിന് അധികാരമില്ല. എന്നാലും ഇവർക്ക് വിടാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് യഥാർത്ഥത്തിൽ 2 കാര്യങ്ങളാണ് അവർ പറയുന്നത്. കോൺഗ്രസ് പറഞ്ഞേക്കുന്നത്, ഒന്ന്, എപ്സ്റ്റീൻ ഗ്യാങ് തീരുമാനിക്കും ആരെന്ത് ചെയ്യണം എന്നുള്ളതിന്. എപ്സ്റ്റീൻ ഫയൽസ് അത് തീരുമാനിക്കും. പിന്നെ അതും അല്ലെന്നുണ്ടെങ്കിൽ അനിൽ അംബാനിയുടെ പ്രശ്നം. ഈ 2 പ്രശ്നത്തിൽ കുരുങ്ങിയാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി മിണ്ടാൻ വയ്യാതെ, വാ തുറക്കാൻ വയ്യാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഡൊണാൾഡ് ട്രംപുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റിയ ഒരാളാണോ? അയാൾക്കെതിരെ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നിട്ടുണ്ട്. ആ എപ്സ്റ്റീൻ ഫയൽസിൽ പുറത്തു വന്ന കാര്യമെന്ന് പറയുന്നത്, അതിൽ ഒരു അതിജീവിത എന്നല്ലേ നമ്മൾ പറയുന്നത്, ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, അതായത് മൊളസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി. ഇപ്പം അത് പെൺകുട്ടിയായിരുന്ന സമയത്ത് അതിന് 13നും 15നും വയസ്സിന് മധ്യേ പ്രായമുള്ള ഇതിൻ്റെ ഇടയ്ക്ക് ആണ് ട്രംപ് പല പ്രാവശ്യം എപ്സ്റ്റീനുമായിട്ട് ചേർന്ന് ആ കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ വിവരം പുറത്തു വരുന്നത്. അതിൻ്റെ മൊഴി കൊടുത്തേക്കുന്നത് 2019 FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അമേരിക്കയുടെ അന്വേഷണ ഏജൻസി, അവർക്ക് കൊടുത്ത മൊഴിയാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ഫയൽസിൽ നിന്ന് ഒരു ഭാഗം. ഇതുപോലെ പല ആളുകളുടെയും കാര്യം ഉണ്ട്, അത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ട്രംപ് പറഞ്ഞു, ഇന്ന് നിഷേധിച്ചേക്കാണ്. നിഷേധിക്കാൻ വളരെ എളുപ്പമാണല്ലോ, വളരെ എളുപ്പമാണ്. ആ സ്ത്രീ ഇപ്പോഴും ഇന്ന് മൊഴി കൊടുത്താലോ ഇയാൾ എവിടെയിട്ട് നിഷേധിക്കും? ഇങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയെ കുരുക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു പിന്നാമ്പറ സംസാരമുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ? എപ്സ്റ്റീൻ ഫയൽസിലെ കുരുക്കിയേക്കുന്നത് മൂലമാണ് പ്രധാനമന്ത്രി ഇതേപോലെ എല്ലാത്തിനും ഓച്ചാനിച്ച് ട്രംപിൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കുന്നത് എന്ന് ഇങ്ങനൊരു വാദമുള്ളപ്പോൾ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറയണം, എനിക്ക് എപ്സ്റ്റീനൊന്നുമില്ല, അത് പറയണം. നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ആ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നത് നമുക്കൊക്കെ നാണക്കേടല്ലേ? അത് ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ പറഞ്ഞേക്കുന്ന മൊസാദ്, അതേപോലെ തന്നെ നേതന്യാഹു, ട്രംപ്, അതായത് മൊസാദും നേതന്യാഹുവും കൂടെ ചേർന്ന് ട്രംപിനെ ഉൾപ്പെടെ വരട്ടിയൊക്കെയാണ്. അതാണ് ട്രംപിന് നിന്നു കൊടുക്കേണ്ട ഗതികേടെന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഈ കാര്യം, ഈ യുദ്ധം ട്രംപ് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമല്ലത്. ഇത് വേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്തേക്കുന്നത്. അവിടുത്തെ ജനങ്ങളെല്ലാം അതിനെ എതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു സെനറ്റർ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വളരെ അത്രത്തോളം അടിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരായിട്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റിന് കോൺഗ്രസിൻ്റെ അനുവാദമില്ലാതെ ഇതേപോലെ ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ പറ്റുന്നതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്തത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ് എന്ന് അവർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആളുകളും അപ്പോൾ ഇതിന് വളരെ ഇപ്പോൾ എതിർക്കുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരെണ്ണമാണ്. ഇസ്രായേലിന് വേണ്ടി അമേരിക്ക എന്തിന് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഉള്ള ആളുകൾ ചോദിക്കുന്നത്. ശരിയായ കാര്യമല്ലേ അത്? അതായത് നേതന്യാഹുവിന് വേണ്ടിയാണ് ഇപ്പം ട്രംപ് ഇതേപോലുള്ള യുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വരെ ഇറാൻ ബാക്കിയുള്ള ആളുകളെ അടിക്കുന്നു. കാരണം അവർക്ക് കൈ കിട്ടുന്നവരൊക്കെ അവരടിക്കുന്നു. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകെ അരാജകത്വമാണ് നമ്മുടെ ആ ഭാഗത്ത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ എല്ലാം കാരണക്കാരെന്ന് പറയുന്നത് ഇവർ 2 പേരാണ്, നേതന്യാഹുവും ട്രംപുമാണ്.
അപ്പോൾ ഇത് പറഞ്ഞാൽ കുറേ പേര് പറയും അത് അങ്ങനെ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യാനാണ് വലിയ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ഇതിനിടയിൽ വളരെ ധൈര്യമുള്ള ഒരു ലോക നേതാവിനെ ഞാൻ കണ്ടു. പെട്രോ സാഞ്ചസ് എന്ന് പറയുന്ന നമ്മുടെ ഈ സ്പാനിഷ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ 2 ബേസുകൾ അവിടുന്ന് ഇവർക്ക് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കണം എന്നുള്ള ആവശ്യമായിട്ട് ട്രംപ് സമീപിച്ചു. പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ നടപടിയെടുക്കും, നിങ്ങളുമായിട്ടുള്ള വ്യാപാരമെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അയാൾ പോടാവൂല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് എന്തുവെന്നറിയോ? അദ്ദേഹം അവിടുത്തെ സ്പാനിഷ് നാഷണൽ TV-യിലൂടെ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, 23 വർഷം മുമ്പ് ഒരു ചതുവ് പറ്റി ഞങ്ങൾക്ക്. ബ്ലെയറും അന്നത്തെ ടോണി ബ്ലെയർ, അതായത് ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയറും അതേപോലെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. 23 വർഷം മുമ്പ്, അതായത് ഇറാഖിനെ ആക്രമിക്കുന്നത് സദ്ദാം ഹുസൈനെ നിരായുധീകരിക്കാൻ വേണ്ടിയാണെന്നും സദ്ദാം ഹുസൈൻ വലിയ ഭീഷണിയാണെന്നും അയാളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്നും അണുബോംബുണ്ടെന്നും അതുപോലെ തന്നെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എല്ലാം മുഴുവനായിട്ട് മനുഷ്യരാജ്യത്ത് തുടച്ചു നീക്കത്തക്കവണ്ണമുള്ള ആയുധങ്ങൾ അയാളുടെ കയ്യിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടും കൂടെ യുദ്ധം ചെയ്യിപ്പിച്ചു. 23 വർഷം മുമ്പ് ഞങ്ങൾ അതിനോടൊപ്പം നിന്നു, അവരോടൊപ്പം. അവസാനം അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒന്നുമില്ല, ആ രാജ്യത്ത് ഒരു വെപ്പണുമില്ല, അവിടെ ന്യൂക്ലിയർ വെപ്പണുമില്ല, ഒന്നുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആ തെറ്റിനി ആവർത്തിക്കാൻ ഞാൻ ഒരുക്കമല്ല, ഞങ്ങളുടെ രാജ്യം ഒരുക്കമല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ധൈര്യത്തോടുകൂടി നട്ടലോടുകൂടി നിന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? പെട്രോ സാഞ്ചസിന് അറിയാം അയാളുടെ പേര് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ കാണത്തില്ലെന്ന്. അതുകൊണ്ടാണ്, അതാണ് കാര്യം, അല്ലാതെ വേറൊന്നുമല്ല. അനിൽ അംബാനി എപ്സ്റ്റീനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകളുണ്ട്, ആ ഫയൽസിൽ നിന്നെല്ലാം വെളി വന്നിട്ടുണ്ട്, പുറത്ത് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ പല ആളുകളെയും ഇപ്പോൾ ബിൽ ഗേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസിൽ നിന്ന് പോലും ബിൽ ഗേറ്റ്സ് ഒഴിഞ്ഞ് നിൽക്കുക. ഇപ്പം അയാൾക്ക് വെളിയിറങ്ങാൻ വയ്യ, കിളിയടിച്ച് നിൽക്കുക ആപ്പാടെ, എന്നുവെച്ചാൽ തുണിയില്ലാതെ നിൽക്കുക എന്നർത്ഥം. ആ രീതിയിലാണ് അങ്ങനെ നിൽക്കുക. കാര്യം മാർഗമില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ ഇവിടെ തന്നെ നടന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനമുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലേക്കുള്ളത്, അതിൽ അയാൾക്ക് വരേണ്ടതാണ്. അതിനകത്ത് പോലും അയാൾ വന്നില്ല, വരാൻ ഒക്കത്തില്ല അയാൾക്ക്. അയാൾ അതിൽ നിന്ന് പിന്മാറി, നിവർത്തിയില്ല, പുറത്തിറങ്ങാൻ വയ്യ, ആ രീതിയായി. നാണക്കേട്. അപ്പം ഇങ്ങനൊരു നാണക്കേട് പറയുമ്പോൾ ഇതിലുണ്ടെങ്കിൽ പിന്നെ നാണക്കേടോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഇങ്ങനായി. ഇനി ഈ അനിൽ അംബാനിയുടെ പ്രശ്നം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അനിൽ അംബാനിക്ക് വഴിവിട്ട് നരേന്ദ്രമോദി ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം, റഫേൽ ഇടപാടിൽ അന്ന് പ്രതിപക്ഷം ഇതിനെതിരെ പറഞ്ഞതാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമൊന്നുമില്ലല്ലോ. അത് കാരണം പ്രതിപക്ഷം പറയുന്നതെല്ലാം കുഴപ്പമാണ്. ആ പറയാൻ വരുമ്പോൾ രാഹുൽ ഗാന്ധി BJP-കാരെല്ലാം കൂടെ ഇങ്ങനത്തെ പപ്പു എന്ന് പറയും. യവന്മാരെല്ലാം ഈ പപ്പു. കാരണം ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരാൾ ചതിക്കുമ്പോൾ അതിനെതിരെ പറയണ്ടേ? അനിൽ അംബാനിയുടെ ഒരു കമ്പനി, അനിൽ അംബാനി പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുക, ഒന്നുമില്ല, ബാങ്ക്രപ്റ്റായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ളപ്പം അയാൾ 10 ദിവസം മാത്രം മുമ്പേ ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നു. ആ കമ്പനിക്കാണ് ഇതിൻ്റെ ഇടനില കരാർ കൊടുത്തേക്കുന്നത്, ഈ റഫാൽ വാങ്ങാൻ. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, എത്ര 1000 കോടി രൂപ അതിൻ്റെ പുറകെ മറിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അത് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്തോട്ടെ, ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇത് കൊടുക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പണമാണെങ്കിൽ എടുത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇത് നമ്മുടെ ഇന്ത്യക്കാരുടെ പണമാണ്. ഇവിടെ പാവങ്ങളെ ദരിദ്രനാരായണന്മാർ വരെയുള്ള ആളുകളുടെ പണമാണ് ഈ എടുത്ത് കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണമാണ് ഇതേപോലെ നശിപ്പിക്കുന്നത്. കൊടുത്തു. അപ്പോൾ ആ അനിൽ അംബാനിയുമായിട്ട് ഒരു വല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നറിയാം. അനിൽ അംബാനിയുമായിട്ട് അടുപ്പമുണ്ടെന്ന് പോലും പറയത്തില്ല. മുകേഷ് അംബാനി പോലും ഇനി പറയത്തില്ല അനിൽ അംബാനിയുടെ സഹോദരനാണെന്ന്. അതിൻ്റെ കാരണം ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഉടനീളം അയാളുടെ പേരുണ്ട്. എപ്സ്റ്റീനുമായിട്ട് ഒരുപാട് തവണയുണ്ട്. പെൺകുട്ടികളെക്കുറിച്ചൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് മുഴുവൻ പുറത്ത് വന്നിട്ടുണ്ട്, അതായിട്ടുണ്ട്. പിന്നെ അയാൾക്ക് നാണം കെടാനൊന്നുമില്ല. പക്ഷേ പ്രധാനമന്ത്രിക്ക് അങ്ങനല്ലല്ലോ. എന്തായാലും ശരി,
നട്ടലോടുകൂടി ഒരാൾ പറഞ്ഞു. ഇനി ഇവിടെ ഇത്തെ പ്രശ്നം എന്തെന്നറിയോ, നമ്മുടെ ഇന്ത്യൻ വാട്ടേഴ്സിൽ കുറേ ആളുകളെ, കുറേ പടക്കപ്പലുകളെ ക്ഷണിച്ചു വരുത്തി. 85 പടക്കപ്പലുകളാണ് അതിൽ പങ്കെടുത്തത്. ഒരു എക്സർസൈസ് മിലാൻ 2026 ഒരു വ്യോമ എക്സർസൈസാണ്. അതായത് അതിന് വ്യായാമം പോലെ തന്നെ കേട്ടോ. ആ വ്യോമ എക്സർസൈസിന് നാവിക എക്സർസൈസ്, നാവിക വ്യായാമം അതിന് വേണ്ടി വിളിച്ചു വരുത്തി. അതിനകത്ത് ക്ഷണിച്ചു വരുത്തിയതിന് നന്ദിയും പറഞ്ഞ് ഈ കപ്പൽ വന്നപ്പം IRIS ദേന ഇത് വന്നത് ഈ ഇറാൻ്റെ കപ്പലാണ്. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു പടക്കപ്പൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. മിക്കവാറും രാജ്യങ്ങളുടെ എല്ലാം വന്നു, വലിയ രാജ്യങ്ങളുടെ എല്ലാം വന്നു. ഇറാൻ്റെ ഈ പടക്കപ്പലിനെ സ്വീകരിച്ചുണ്ട്. അതിനകത്ത് നമ്മൾക്ക് ട്വീറ്റ് ചെയ്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതിനെ വളരെ നന്ദി വന്നതിനെന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പോൾ അതിനകത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു കാരണവശാലും ഒരു ആമിനിഷനും ഇതിനകത്ത് പാടില്ല ഈ കപ്പലുകളിലൊന്നും. അങ്ങനെ ആയുധമില്ലാതാണ് ഈ കപ്പൽ വന്നേക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് പോയി. ഇതിനെ മാർച്ച് 4-ാം തീയതി ഇതിനെ ഈ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ ഇന്ത്യൻ ഓഷനിൽ വെച്ച് ഇതിനെ ഒരു അന്തർവാഹിനി, അതായത് അമേരിക്കയുടെ ഒരു സബ്മറൈൻ വന്നിട്ട് അതിൽ നിന്നൊരു ടോർപിഡോ വിട്ട് ഇതിൻ്റെ ഹള്ളിലേക്ക് അയച്ചിട്ട് ഈ കപ്പൽ തകർത്തത് മുക്കി. അതിനകത്ത് 150 നാവികരാണ് ഉണ്ടായിരുന്നത്. 150 പേര്. അതിൽ 32 പേരെ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കി ഡെഡ് ബോഡീസ് എല്ലാം ഫ്ലോട്ട് ചെയ്യുകയാണ്. ശ്രീലങ്കൻ നാവികസേന വന്നത് കൊണ്ട് മാത്രം അവർ കുറച്ച് പേരെ, അതായത് 32 പേരെ അവർ രക്ഷപ്പെടുത്തി. എന്നിട്ട് പോലും ഇതിനെ ഒന്ന് ബ്ലെയിം ചെയ്യാൻ, ഇത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല. അപ്പോഴാണ് ഈ പ്രശ്നം. എന്നിട്ട് അത് മാത്രമോ ഇപ്പോൾ വന്നേക്കുന്നത്, ഇന്ത്യക്ക് ഒരു 30 ദിവസത്തേക്ക് ഇത് വാങ്ങിക്കാം, എണ്ണ വാങ്ങിക്കാം റഷ്യയിൽ നിന്ന്. അത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പാടില്ല. അയാൾ പറയും 30 ദിവസത്തേക്ക് വാങ്ങിക്കാൻ പാടുള്ളൂ. ഇവർ ഓച്ചാനിച്ച് നിന്ന് കേൾക്കും, മൂത്രം ഒഴിക്കും അയാളുടെ മുമ്പിൽ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കാരണം എന്തെന്നറിയോ, ഓയിൽ പ്രൈസ് ഇപ്പോൾ കൂടുകയാണ്, ഹോർമോസ് കടലിടുക്ക് അടച്ചതോടുകൂടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മാത്രമേ ഈ ഇൻ്റർനാഷണൽ ഓയിൽ പ്രൈസ് വളരെ കൂടും. ആ കൂടാതിരിക്കാൻ അതൊന്ന് കുറച്ചൊന്ന് പിടിച്ച് നിൽക്കാൻ റഷ്യൻ എണ്ണ വേണം. അതാണ് കാര്യം, അല്ലാതെ മറ്റൊന്നുമല്ല ഇതിൻ്റെ കാരണം. അപ്പോൾ അതിനാണ് ചെയ്യുന്നത്. അതിനും ഇങ്ങനെ നിന്നു കൊടുക്കുകയാണ്. നാണമില്ലേ എന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ ഇന്ത്യക്കാരെന്നുള്ളതിലേക്ക് നമുക്കിതെല്ലാം ആക്ഷേപമല്ലേ. ഒരുത്തൻ അമേരിക്ക ഇരുന്നുകൊണ്ട് തീരുമാനിക്കുക നമ്മുടെ രാജ്യത്ത് എവിടുന്ന് എണ്ണ വാങ്ങണം, എന്നൊക്കെ വാങ്ങാം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ചുട്ടുകളയുമെന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അതും കേട്ടോണ്ടിരിക്കണം. പണ്ട് മുതലേ അയാൾ പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് അയാളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനും മൗനമാണ്. കാര്യം മിണ്ടാൻ ഒക്കത്തില്ല, മിണ്ടരുതെന്ന് പറഞ്ഞേക്കാണ്. മിണ്ടാൻ പറ്റത്തില്ല, വാ ഉറക്കത്തില്ല. അതാണ് കാരണം.